എല്ലാവർക്കും നമസ്കാരം. PSC പഠിപ്പുരയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ശ്രീലിഷ്. PSC പഠിപ്പുര കളിച്ചുകൊണ്ട് പഠിക്കാം, പഠിച്ചുകൊണ്ട് മുന്നേറാം. നമ്മളിപ്പോൾ എടുക്കുന്ന ഭാഗം സുപ്രധാന നിയമങ്ങൾ എന്നൊരു ഭാഗം നമ്മൾ എടുക്കുന്നത്. ഈ സുപ്രധാന നിയമം എന്നൊരു ഭാഗം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളോട് കൂടെ ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. മാഷെ, പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് സുപ്രധാന നിയമങ്ങൾ എന്നൊരു ഭാഗം. എത്ര പഠിച്ചിട്ട് തലയിൽ നിൽക്കുന്നില്ല മാഷെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂട്ടുകാർ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഈ സുപ്രധാന നിയമം എന്ന ഭാഗത്ത് നിന്ന് നമ്മളോട് 4 മുതൽ 6 വരെ മാർക്കാണ് ചോദിക്കുന്നത്. ഈ 4 മുതൽ 6 വരെയുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മാർക്കാണിത്. നമുക്ക് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, കളയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടുള്ള മാഷ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ എടുത്തു, പിന്നെ നമ്മൾ വിവരാവകാശ കമ്മീഷൻ എടുത്തു. ഇപ്പം ഇതേ നമ്മളിത് ഭാഗം 3ലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഭാഗം 3 ഏതാണ്? വനിതാ കമ്മീഷൻ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഇത് പഠിച്ചിരിക്കണം. കാരണം നമ്മുടെ ജീവിതയാത്ര തന്നെ നിങ്ങളൊന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയേ. പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ കഷ്ടതകളും ബുദ്ധിമുട്ടും നമുക്ക് മാറണമെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള വഴി എന്ത് ചെയ്യണം, വളരെ സുരക്ഷിതമായൊരു വഴിയായിരിക്കണം. ആ സുരക്ഷിതമായ വഴിയിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് കുറച്ച് കഷ്ടപ്പെടണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാഷ് വളരെ ചെട്ടിയോടുകൂടി വളരെ എന്താ പറയുക, നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിനാണ് നോട്ടുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാഷ് നിങ്ങളോടൊപ്പം ഉണ്ട്. കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മാഷോടൊപ്പം നിൽക്കണം. ഓക്കെ, അപ്പോൾ മാഷെ പോലെ തന്നെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ രീതിയിൽ നല്ല നല്ല ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കാണണം. ഒരു ക്ലാസ് മാത്രം, പല ക്ലാസ്സുകൾ നമ്മൾ കാണണം. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ അറിവുകൾ എന്ത് ചെയ്യാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ നമുക്കിപ്പോൾ സബ്ജക്റ്റിലേക്ക് കടന്നു വരാം അല്ലേ, അതല്ലേ നല്ലത്. അപ്പോൾ സമയം കളയേണ്ട, സബ്ജക്റ്റിലേക്ക് കടന്നു വരാം. ഏതാണ്? വനിതാ കമ്മീഷൻ. ഈ വനിതാ കമ്മീഷന് നമ്മൾ കിടക്കുന്ന മുമ്പേ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പറയാം. വനിതകൾക്ക് വേണ്ടിയുള്ള അക്രമങ്ങൾ തടയുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഒരു നിയമം ആവശ്യമായി വരികയാണ്. അങ്ങനെയാണ് അന്താരാഷ്ട്ര വനിതാ നിയമം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ദേശീയ വനിതാ നിയമം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്ന മുമ്പേ നമുക്കൊരു ചെറിയൊരു ഭാഗം നമുക്ക് പറഞ്ഞു വരാം. വനിതകൾക്ക് വേണ്ടി ഒരു ദിനമുണ്ടല്ലേ, ഏതാണ്? മാർച്ച് 8. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത്. ഈ അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8 നമ്മൾ ആചരിക്കുമ്പോൾ അതിന് പുറകിൽ ഒരു വനിത ഉണ്ടായിരുന്നു. ഈ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുമ്പോൾ പുറകിൽ ഒരു വനിത ഉണ്ടെന്ന് പറയുമ്പോൾ ക്ലാര സെറ്റ്കിൻ എന്ന വനിതയാണ് വനിതകൾക്ക് വേണ്ടി ഒരു ദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ആരാണ്? ക്ലാര സെറ്റ്കിൻ എന്ന വനിതയാണ് വനിതകൾക്ക് വേണ്ടി ഒരു ദിനം എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചത്. അപ്പോൾ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത് 1911. അപ്പോൾ കൂട്ടുകാർ, മിക്ക സ്ഥലങ്ങളിൽ 1911 കാണാൻ സാധ്യതയില്ല. 1911 വളരെ റെയർ ആയിട്ട് നിങ്ങൾ കാണാറുള്ളൂ. പക്ഷെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയ വർഷമാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് 2 പോയിന്റ് കൂടി കഴിയുമ്പോൾ മാഷ് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത് 1911. എന്നാൽ 1975 അന്താരാഷ്ട്ര വനിതാ വർഷമായി ആചരിച്ചത്. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത് 1911. അന്താരാഷ്ട്ര വനിതാ വർഷമായി ആചരിച്ചത് എപ്പോഴാണ്? 1975. ഇന്ന് ശ്രദ്ധിച്ചോളൂ, ഈ 1975 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വനിതാ ദിനം ആദ്യമായി ആചരിച്ചത്. അപ്പോൾ മനസ്സിലായില്ലേ, ഈ 1911 വളരെ റെയർ ആയിട്ട് കാണാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ. ഇപ്പോൾ 1975 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വനിതാ ദിനം ആദ്യമായി ആചരിച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ 11 വളരെ റെയർ ആയിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, എന്നാൽ നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് കിടക്കുന്ന സമയത്ത് ദേശീയ വനിതാ ദിനം എന്നാണ് ഫെബ്രുവരി 13. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13 എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമുക്കറിയാം, നൈറ്റിംഗേൽ, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് എന്തായിട്ട് ആചരിക്കുന്നത്? വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. 1879 ഫെബ്രുവരി മാസം 13 ആര് ജനിക്കുന്നത്? സരോജിനി നായിഡു ജനിക്കുന്നത്. 1879 ഫെബ്രുവരി 13 സരോജിനി നായിഡു ജനിക്കുന്നു. ഇന്ത്യയുടെ വാനമ്പാടിയാണ് സരോജിനി നായിഡു. സരോജിനി നായിഡുവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരും എന്നൊരു ഭാഗം മാഷ് എടുക്കും, ആ ഭാഗത്ത് പറയും. ഓക്കെ, അപ്പോൾ ഈ സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് ഫെബ്രുവരി 13. സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 13 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8, ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. മാറിപ്പോവരുത്. കേട്ടില്ലേ? പക്ഷെ വളരെ ചെറിയൊരു ഭാഗം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. പക്ഷേ ഈ ഒരു ചെറിയൊരു ഭാഗത്ത് നിന്ന് തന്നെ
നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരിക്കൽ കൂടെ പറയാലോ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. ക്ലാര സെറ്റ്കിൻ എന്ന വനിതയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. 1911 മുതലാണ്, അല്ലെങ്കിൽ 11 മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര വനിതാ വർഷം 1975 1975 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വനിതാ ദിനം ആദ്യമായി ആചരിക്കുന്നത്. ദേശീയ വനിതാ ദിനം എന്നാണ് ഫെബ്രുവരി 13 സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്, അല്ലേ? ഇനി നമ്മൾ വനിതാ കമ്മീഷനിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇടയില്ലേ കിടക്കുന്ന സമയത്തിന്റെ രൂപീകരണത്തിന് നമ്മൾ കിടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഇന്ത്യൻ പാർലമെന്റ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം പാസാക്കി, അല്ലേ? ഇപ്പൊ ദേശീയ വനിതാ നിയമം പാസാക്കി. കമ്മീഷൻ അവിടെ നിൽക്കട്ടെ, ദേശീയ വനിതാ നിയമം പാസാക്കുന്നു. ഈ ദേശീയ വനിതാ നിയമം പാസാക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിലങ്ങ് പാസാക്കിയല്ല. ഇതിന് പിന്നിൽ ഒരു സംഘടന പ്രവർത്തിക്കേണ്ടായിരുന്നു. ശ്രദ്ധിച്ചാൽ മതി. കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ വനിതകളെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ആ കമ്മിറ്റിയുടെ പേര് ശ്രദ്ധിക്കണം. കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ. കമ്മിറ്റി ഓഫ് സ്റ്റാറ്റസ് ഓൺ വുമൺ ഇൻ ഇന്ത്യ എന്നൊരു കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ വനിതകളെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ആ കമ്മിറ്റിയുടെ പേരെന്താണ്? ചേർന്ന് പറയണം. കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ. കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ. ഇതിൽ അധ്യക്ഷൻ ആരാണ്? നൂറുൽ ഹസനാണ് അധ്യക്ഷൻ. നൂറുൽ ഹസൻ അധ്യക്ഷനായ കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ എന്ന ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ ഈ കമ്മിറ്റിയെ തുടർന്ന് എന്ത് ചെയ്യുന്നു? ഒരു പാർലമെന്റ് വനിതാവകാശ നിയമം പാസാക്കുന്നു. ശ്രദ്ധിച്ചാൽ മതി. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം വനിതാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നു. ഏതാണ് കമ്മിറ്റി? കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ. അധ്യക്ഷനാരാണ്? നൂറുൽ ഹസനാണ്. ഒരിക്കൽ കൂടെ നമുക്ക് പറയാം, അല്ലേ? വനിതകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയാനും അവകാശങ്ങൾ സംരക്ഷിക്കാനും ഇന്ത്യൻ പാർലമെന്റ് ദേശീയ വനിതാ നിയമം പാസാക്കുന്നു, അല്ലെ വനിതാവകാശ നിയമം പാസാക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ വനിതകളെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ എന്നാണ് ഇതിന്റെ പേര്. അധ്യക്ഷൻ നൂറുൽ ഹസനാണ് അധ്യക്ഷൻ. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം വനിതാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നു. ശരിയല്ലേ? ഇതൊക്കെ പറയുമ്പോൾ ദഹിക്കാൻ ഇച്ചിരി ഒരു പാടുണ്ടാവും, അല്ലേ? അതൊക്കെ മറന്നേക്കുക. ആ പ്രയാസങ്ങളെല്ലാം നിങ്ങൾ മറക്കൂ. പഠിക്കാനുള്ള പ്രയാസം നിങ്ങൾ മറക്കൂ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നിങ്ങൾ ഓർക്കൂ. എത്ര ബുദ്ധിമുട്ടുകളാണ് നമുക്കുള്ളത്, അല്ലേ? ഇതൊക്കെ തരണം ചെയ്യാൻ നമുക്ക്, പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധമായിട്ടൊരു ജോലി ആവശ്യമുണ്ട്. ആ ജോലി നിങ്ങൾക്ക് നേടാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ആ അവസരം പ്രയോജനപ്പെടുത്തണം. റെഡിയല്ലേ? അപ്പം നല്ല ഉഷാറായിട്ട് നല്ല കട്ടക്കൊന്ന് മുന്നോട്ട് വന്നേ. റെഡിയല്ലേ? എന്താണ് ഇങ്ങനെ ഡള്ളാവരുത്, ഉഷാറായിട്ട് വന്നാട്ടെ. ഇത് നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് കിടക്കട്ടെ. റെഡിയല്ലേ? ഇതേ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുന്നു. ഇതേ വരുന്ന സമയത്ത് 1990 വനിതാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നു. ഓക്കെ, കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ എന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം 1990 വനിതാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നു. എന്നാൽ 1990 ഓഗസ്റ്റ് 30 ഇത് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. 1990 വനിതാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നു. 1990 ഓഗസ്റ്റ് 30 രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെച്ച് കഴിഞ്ഞാൽ നിയമം ഇനി പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന് അടിസ്ഥാനത്തിൽ, പാർലമെന്റ് 1990 പാസ്സാക്കിയ നിയമത്തിന് അടിസ്ഥാനത്തിൽ 1992 ജനുവരി 31 ദേശീയ വനിതാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നു. 1992 ജനുവരി 31 ദേശീയ വനിതാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നു. വന്നു കഴിഞ്ഞു. ദേശീയ വനിതാവകാശ നിലവിൽ വരുന്നു എന്ന് പറയുമ്പോൾ, ഈ ദേശീയ വനിതാവകാശ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവ്. ആരാണ്? PV നരസിംഹറാവ് ആണ്. ഇവിടെ നമുക്ക് പ്രധാനമന്ത്രിനെ മാത്രം പറയാനൊരു കാരണമുണ്ട്. ആ കാരണം നമുക്ക് അടുത്ത സ്ലൈഡ് നമുക്ക് പഠിക്കും. അധ്യക്ഷൻ ആരാണ്? PV നരസിംഹറാവ് ആണ്. ഒരിക്കൽ കൂടെ നമുക്ക് പറയാം. 1990 വനിതാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നു. 1990 ഓഗസ്റ്റ് 30 രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെക്കുന്നു. പാർലമെന്റ് പാസ്സാക്കിയ വനിതാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നു. പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവ് ആണ്. ഇത്രയും ഭാഗം
എല്ലാവരും റെഡിയല്ലേ? ഇത്രയും ഭാഗം നിങ്ങൾ റെഡിയാണെങ്കിൽ ഇനി നമ്മൾ ഇതിന്റെ ഘടനയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഘടനയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. 5 അധ്യായം 17 സെക്ഷൻ 17 സെക്ഷനുമാണ് ഉള്ളത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 5 അധ്യായവും 17 സെക്ഷനുമാണ് ഇതിന്റെ ഘടനയിലുള്ളത്. എന്നാൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 3:1 ഇനി നമുക്ക് ഓരോ അധ്യായവും എന്തിനെ കുറിച്ച് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അധ്യായം 1 ഇതിന്റെ ആമുഖമാണ്. ഇതിന്റെ ഇൻട്രഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ് അധ്യായം 1 സൂചിപ്പിക്കുന്നത്. അധ്യായം 2 കടക്കുന്ന സമയത്ത് കമ്മീഷന്റെ രൂപീകരണവും ഘടനയുമാണ്. കമ്മീഷൻ രൂപീകരണവും ഘടനയുമാണ് അധ്യായം 2 സെക്ഷൻ 3:9 അത് പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് അതിന് ആമുഖം ഇൻട്രഡക്ഷനും മറ്റു കാര്യങ്ങളാണ് അധ്യായം 1 രണ്ടാമത്തെ അധ്യായത്തിൽ എന്താണത്? കമ്മീഷന്റെ രൂപീകരണവും ഘടനയുമാണ്. സെക്ഷൻ 3:9 എന്നാൽ അധ്യായം 3 പരാമർശിച്ചിരിക്കുന്നത് ചുമതലകളാണ്. ചുമതലകളും അധികാരവും അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അധ്യായം 4 നമ്മൾ കടക്കുന്ന സമയത്ത് റിപ്പോർട്ടുകളെ കുറിച്ചാണ് അധ്യായം 4 പരാമർശിക്കുന്നത്. അധ്യായം 5 മറ്റ് കാര്യങ്ങൾ, വനിതാവകാശവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളാണ് അധ്യായം 5 പറയുന്നത്. ഒരിക്കൽ കൂടെ ഇത് പറയാം, ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് ഘടന. 5 അധ്യായമുണ്ട്, 17 സെക്ഷനുകളുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ഒരു കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 3:1 അധ്യായം 1 ആമുഖം അതിന്റെ ഇൻട്രഡക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അധ്യായം 2 കമ്മീഷന്റെ രൂപീകരണം ഘടനയുമാണ്. സെക്ഷൻ 3:9 എന്നാൽ അധ്യായം 3 ചുമതലകളും അധികാരങ്ങളുമാണ് അധ്യായം 3 പറയുന്നെങ്കിൽ അധ്യായം 4 റിപ്പോർട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. അധ്യായം 5 കമ്മീഷന്റെ മറ്റ് കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അധ്യായം 5 ഭാഗം ക്ലിയർ ആണല്ലോ? റെഡിയല്ലേ? ക്ലിയർ ആയിരിക്കണം, മാറ്റരുത്, പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം ഇതൊക്കെ ഇപ്പോഴത്തെ പരീക്ഷയുടെ രീതി അനുസരിച്ച് ചോദിക്കും. ഈ പണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നമ്മുടെ ആദ്യം പറഞ്ഞിരിക്കുന്ന 1-2 ചോദ്യങ്ങൾ ചോദിച്ചങ്ങ് പോകും. വനിതാവകാശ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ അല്ലെ വനിതാവകാശ നിയമം നിലവിൽ വന്നപ്പോൾ എന്നൊക്കെ ചോദിച്ചു പോകാറുണ്ട്. പക്ഷെ ഇപ്പം ഇതിന്റെ താഴ്വേരറുത്തുകൊണ്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. കാരണം സ്റ്റേറ്റ്മെന്റ് ഒക്കെ കയറും. താഴെ കൊടുക്കുന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവന ഏത് എന്നൊക്കെ പറയുമ്പോൾ ഈ അധ്യായവും സെക്ഷനുകളും ഇതെല്ലാം കടന്നു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു മുൻധാരണ വേണം, ഇന്നത് വരും. നമ്മൾ വലിയൊരു ടെക്സ്റ്റുകളൊക്കെ പഠിച്ചിട്ട് സർവീസ് കയറുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്ത് പഠിക്കുന്നു ആ പഠിക്കുന്നതിന് നമ്മൾ മാർക്കാക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർവീസിലേക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ നിർബന്ധമായിട്ട് എന്തായിരിക്കണം? മാർക്കായിരിക്കണം, അല്ലെങ്കിൽ മാർക്കാക്കണം. നമുക്ക് റെഡിയല്ലേ? എന്നാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. റെഡിയല്ലേ? ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. ഓക്കെ, വനിതാവകാശ കമ്മീഷൻ എന്തല്ല? ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊരു ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കും. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ? പാർലമെന്റ് നിയമത്തിന് അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ബോഡി, അതാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. പാർലമെന്റ് നിയമത്തിന് അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതുമായ ഒരു ബോഡിയാണ് ഇത് വനിതാ കമ്മീഷൻ. ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. എന്നാൽ ഈ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15(3) സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശം സംരക്ഷിക്കുന്നതിന് നിയമം നിർമ്മിക്കാൻ അധികാരം ഇന്ത്യൻ പാർലമെന്റ് ഉണ്ട് എന്ന് പരാമർശിക്കുന്നുണ്ട്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഈ പാർലമെന്റിന്റെ നിയന്ത്രണത്തിൽ നിലവിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ എന്നാൽ ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(3) എന്ന് പറയുന്നുണ്ട്, സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശം സംരക്ഷിക്കുന്നതിന് നിയമം നിർമ്മിക്കാൻ അധികാരം ഇന്ത്യൻ പാർലമെന്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കണം, നിർബന്ധമായും മനസ്സിലാക്കി വെക്കണം കേട്ടോ. റെഡിയല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. റെഡിയല്ലേ? നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് വനിതാ കമ്മീഷൻ ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. 10(4) സെക്ഷൻ 10(4) ഇത് എന്ത് ചെയ്യുന്നത്? പരാമർശിക്കുന്നത്. ഓക്കെ, ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ്. ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിന് അണ്ടറിൽ വരുന്നത് എന്നുകൂടെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അണ്ടറിൽ വരുന്നതെന്ന് നോക്കുന്ന സമയത്ത്, 1, ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നും ഏതൊരു വ്യക്തിയെ വിളിച്ചു വരുത്താനും കമ്മീഷന് മുമ്പിൽ ഹാജരാക്കാനും വിശദീകരണം തേടാനുള്ള അധികാരമുണ്ട്. പറഞ്ഞു, ഇത് വനിതാ കമ്മീഷൻ സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. സെക്ഷൻ 10(4) ഇത് പരാമർശിക്കുന്നത്.
ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിന് അണ്ടറിൽ വരുന്നത്? ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നും ഏതൊരു വ്യക്തിയെ വിളിച്ചു വരുത്താനും കമ്മീഷന് മുമ്പ് ഹാജരാക്കാനും വിശദീകരണം നേടാനും അധികാരം ഉണ്ട്. എന്നാൽ 2, സത്യവാങ്മൂലത്തിന്റെ പേരിൽ തെളിവുകൾ സ്വീകരിക്കാൻ അധികാരമുണ്ട്. 3, സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ കമ്മീഷന് സ്വമേധയാ കേസെടുക്കാം. അടുത്തത് വരുന്നു 4, സ്ത്രീകളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വനിതാ കമ്മീഷനുമായി കൂടിയാലോചിക്കണം. ഇത് പറയുന്നത് സെക്ഷൻ 16-ലാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. വനിതാ കമ്മീഷൻ സിവിൽ കോടതിയുടെ അധികാരമുണ്ട്, പരാമർശിക്കുന്നത് 10(4)ലാണ്. ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നും ഏതൊരു വ്യക്തിയെ വിളിച്ചു വരുത്താനും കമ്മീഷൻ മുന്നിൽ ഹാജരാക്കാനും വിശദീകരണം തേടാനുമുള്ള അധികാരം ഉണ്ട്. ഇവിടെ പറഞ്ഞു സത്യവാങ്മൂലത്തിന്റെ പേരിൽ തെളിവുകൾ സ്വീകരിക്കാൻ അധികാരമുണ്ട്. സ്ത്രീകളുടെ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ കമ്മീഷന് സ്വമേധയാ കേസെടുക്കാം. സ്ത്രീകളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വനിതാ കമ്മീഷനുമായി കൂടിയാലോചിക്കണം. ഇത് പരാമർശിച്ചിരിക്കുന്നത് സെക്ഷൻ 16. ഏതാണ്? സെക്ഷൻ 16-ലാണ്. റെഡിയല്ലേ? ഇനിതാ നമുക്ക് നമ്മുടെ അടുത്ത ഭാഗത്തിൽ നമുക്ക് കിടക്കാം. ഈ വനിതാ കമ്മീഷനെ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം അല്ലെ? എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് പറയുമ്പോൾ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. നമ്മൾ വിവരാവകാശ കമ്മീഷനും അതോടൊപ്പം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ നിയമിക്കുന്ന സമയത്തുള്ള സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ എന്താണ് തെരഞ്ഞെടുപ്പിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നീട് രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വരികയാണ് നിയമിക്കുന്നത്. ഏതാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ് നിയമിക്കുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് 3 വർഷവും അല്ലെങ്കിൽ 65 വയസ്സാണ്. 3 വർഷമോ 65 വയസ്സോ ആണ് ഇവരുടെ കാലാവധി. സെക്ഷൻ 4-ലാണ് ഇത് പരാമർശിച്ചിരിക്കുന്നത്. വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ പ്രായം പരിധി അല്ലെങ്കിൽ ഈ കാലാവധി കണക്കാക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 4-ലാണ്. ഒന്നുകിൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അതല്ലെങ്കിൽ നമ്മൾ പറയുന്നു ഇതിന് രാജിക്കത്ത് നൽകേണ്ടത് ഏതാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. നമ്മളിവിടെ പറഞ്ഞു നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്, രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. എന്നാൽ ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇവരെ നീക്കം ചെയ്യുന്നതും ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. 3 വർഷം 65 വയസ്സാണ്, സെക്ഷൻ 4-ലാണ് പരാമർശിച്ചിരിക്കുന്നത്. രാജിക്കത്ത് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇവരെ നീക്കം ചെയ്യാൻ അധികാരം കേന്ദ്ര ഗവൺമെന്റ് ആണുള്ളത്. അതുപോലെ തന്നെ ഇവർ റിപ്പോർട്ട് കൊടുക്കുന്ന ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. എന്നാൽ ഇനി അടുത്തൊരു ഭാഗം നമുക്ക് പറയാം. നടപടി തുടങ്ങാൻ മിനിമം 3 അംഗങ്ങൾ വേണം. ഓക്കെ, ഇവരെ നടപടി തുടങ്ങാൻ മിനിമം 3 അംഗങ്ങൾ ഉണ്ടാവണം. അതായത് കോറം തികയണമെങ്കിൽ മിനിമം 3 അംഗങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഈ വനിതാ കമ്മീഷൻ ടോട്ടൽ അംഗങ്ങൾ 6 അംഗങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവന് എത്ര അംഗങ്ങൾ വേണം? ഈ നടപടി തുടങ്ങാൻ അല്ലെങ്കിൽ കോറം തികയാൻ എത്ര അംഗങ്ങൾ വേണം? മിനിമം 3 അംഗങ്ങളാണ് വേണ്ടത്. അതിന് പറയുന്നതാണ് കോറം തികയ്ക്കൽ എന്നാണ് പറയാം. 3 അംഗങ്ങളുണ്ടെങ്കിൽ അതിന് കോറം തികയും. അപ്പൊ ഒന്നുകൂടി പറയാം, എങ്ങനെ തിരഞ്ഞെടുക്കാം? നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. 3 വർഷം 65 വയസ്സാണ്, സെക്ഷൻ 4-ലാണ് പരാമർശിച്ചിരിക്കുന്നത്. രാജിക്കത്ത് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇവരെ നീക്കം ചെയ്യുന്നതും കേന്ദ്ര ഗവൺമെന്റ് ആണ്. റിപ്പോർട്ട് കൊടുക്കുന്നതും കേന്ദ്ര ഗവൺമെന്റിനാണ്. അതോടൊപ്പം തന്നെ നടപടി തുടങ്ങാൻ മിനിമം 3 അംഗങ്ങൾ വേണം. അതായത് കോറം തികയാൻ ടോട്ടൽ അംഗങ്ങൾ 6 അംഗങ്ങളാണ്. കോറം തികയാൻ എത്ര അംഗങ്ങൾ വേണം? 3 അംഗങ്ങൾ വേണം. അംഗങ്ങളെ കുറിച്ച് അടുത്ത ഭാഗത്ത് നമ്മൾ പറയും. ഓക്കെ, ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ കിടക്കുന്നു വനിതാ കമ്മീഷന്റെ ഘടനയിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് വനിതാ കമ്മീഷന്റെ ഘടന അംഗങ്ങൾ 6 അംഗങ്ങൾ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളൂ. 6 അംഗങ്ങളാണുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ കോറം തികയ്ക്കുന്ന ആ ഭാഗം ഈ സ്ലൈഡിൽ വരേണ്ടതാണ്. അത് തൊട്ടടുത്ത സ്ലൈഡിലേക്ക് ഒന്ന് മാറിപ്പോയതാണ്. കൂട്ടുകാരെന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ വനിതാ കമ്മീഷന്റെ ഘടന ആകെ 6 അംഗങ്ങളാണുള്ളത്. 6 അംഗങ്ങളാണെങ്കിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും. അതേപോലെ തന്നെ 5 അംഗങ്ങളുണ്ടാവും. ടോട്ടൽ 6 അംഗങ്ങളാണ്. ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങളുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു നിബന്ധനയുണ്ട്. 5 അംഗങ്ങളിൽ ഒരംഗം SC/ST വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം. ഓക്കെ, എന്നാൽ ശ്രദ്ധിക്കണം, ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. മെമ്പർ സെക്രട്ടറി
അംഗം ആയിരിക്കില്ല. ഓക്കെ, ഇതിന് ഓൾ ഇൻ കൺട്രോൾ ആർക്കായിരിക്കും? മെമ്പർ സെക്രട്ടറി ആയിരിക്കും. പക്ഷെ മെമ്പർ സെക്രട്ടറി ആരായിരിക്കില്ല? അംഗമായിരിക്കില്ല. നമുക്ക് ആ മെമ്പർ സെക്രട്ടറിയെ കുറിച്ച് നോക്കാം. മെമ്പർ സെക്രട്ടറി അംഗമല്ല അല്ലേ? നമ്മൾ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ മെമ്പർ സെക്രട്ടറി കാലാവധി ഒന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റിന് എത്ര കാലം നിലനിർത്താൻ പറ്റും അത്രയും കാലം അദ്ദേഹത്തെ നിലനിർത്താം. ഏത് സമയത്ത് വേണമെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് അവരെ ചുമതലയിൽ നിന്നും മാറ്റാം. ഓക്കെ, എന്നാൽ ഇവരെ യോഗ്യത എന്തൊക്കെയായിരിക്കണം? ഒന്നുകിൽ ഏതെങ്കിലും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കും, അതല്ലെങ്കിൽ ഭരണകാര്യങ്ങളിൽ അറിവുള്ള ഒരാളായിരിക്കും, അതുമല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്ര രംഗത്തെ വിദഗ്ധർ ആയിരിക്കും. ഒന്നുകൂടി പറഞ്ഞു, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കും, ഒന്നുകിൽ ഭരണകാര്യങ്ങൾ അറിവുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്ര രംഗത്തെ വിദഗ്ധരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ ആർക്ക്? മെമ്പർ സെക്രട്ടറിയുടെ യോഗ്യത. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ല? അപ്പോൾ മെമ്പർ സെക്രട്ടറി എന്തല്ല? അംഗം അല്ല. റെഡി അല്ലേ? അപ്പോൾ മറക്കണ്ട, ടോട്ടൽ അംഗങ്ങൾ 6 അംഗങ്ങൾ, ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ. 5 അംഗങ്ങൾ നിർബന്ധമായിട്ട് ആരുണ്ടായിരിക്കണം? ഒരു SC ST വിഭാഗം എന്നുള്ള ഒരാളുണ്ടായിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. മെമ്പർ സെക്രട്ടറി അംഗമല്ല. ഓക്കെ, മെമ്പർ സെക്രട്ടറിയെ നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും മെമ്പർ സെക്രട്ടറി. കാലാവധി ബാധകമല്ല. അത് ഏത് സമയത്ത് വേണമെങ്കിലും അദ്ദേഹത്തെ പിരിച്ചുവിടാം, അല്ലെ അദ്ദേഹത്തെ നിലനിർത്താം. റെഡി അല്ലേ? യോഗ്യത ഒന്നുകിൽ ഏതെങ്കിലും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, ഇത് 3 ഒരുമിച്ച് വേണ്ട കേട്ടോ. ഒന്നുകിൽ ഏതെങ്കിലും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കണം, അല്ലെങ്കിൽ ഭരണകാര്യങ്ങൾ അറിവുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്ര രംഗത്തെ വിദഗ്ധർ ആരെങ്കിലും ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് മറ്റു ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. ചുമതലയിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ഒന്ന് സ്ത്രീ സുരക്ഷ. വനിതാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ചുമതലയിൽ പ്രധാനമായി എന്തുണ്ടാവും? സ്ത്രീ സുരക്ഷ ഉണ്ടാവും. രണ്ടാമത്തത് സ്ത്രീകളുടെ വികാസം. 3 സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമം. സ്ത്രീ സുരക്ഷയാണ്. 2 സ്ത്രീകളുടെ വികാസമാണ്. 3 സ്ത്രീകളെക്കുറിച്ച് ഗവേഷണം നടത്തുക, സമൂഹത്തിൽ ബോധവാന്മാരാക്കുക. 4 സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുക, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? അന്വേഷിക്കുക, അതിനു മേലെ പരിശോധന നടത്തുക, ഗവൺമെന്റ് നിർദ്ദേശം നൽകുക. പിന്നെ വരുന്ന ഏതാണ്? സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന് നൽകുക. പിന്നീട് പറയുന്നു ഏതാണ്? എല്ലാ മേഖലയിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. ഓക്കെ, നമുക്കിത് ചുമതലകൾ നമുക്ക് ഒരിക്കൽ കൂടെ പറയാം. 1 സ്ത്രീ സുരക്ഷയാണ്, 2 സ്ത്രീകളുടെ വികാസമാണ്, 3 സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമം, 4 സ്ത്രീകളെക്കുറിച്ച് ഗവേഷണം നടത്തുക, സമൂഹത്തിൽ ബോധവാന്മാരാക്കുക, 5 സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുക, അന്വേഷിക്കുക, അതിനുമേൽ പരിശോധന നടത്തുക, ഗവൺമെന്റ് നിർദ്ദേശം നൽകുക, 6 സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന് നൽകുക, എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക, സ്ത്രീകളുടെ ഉന്നമനം പരിശോധിക്കുക. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇനി നമ്മൾ സുപ്രധാന നിയമത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ പറഞ്ഞു വനിതാ കമ്മീഷൻ നിയമിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയാണ്, അവരുടെ നീക്കം ചെയ്യുന്നതും കേന്ദ്ര മന്ത്രിസഭയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അപ്പോൾ നമ്മളിവരെ പുറത്താക്കാനുള്ള കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പുറത്താക്കാനുള്ള കാരണം നമ്മൾ പറയുന്ന സമയത്ത് 1 പ്രവർത്തിക്കാൻ പ്രാപ്തിയില്ലാത്ത ആളായി മാറുക. ഓക്കെ, പ്രവർത്തിക്കാൻ പ്രാപ്തിയില്ലാത്ത ആളായി മാറുക. രണ്ടാമത്തെ നമ്മൾ കിടക്കുന്ന സമയത്ത് മാനസിക പ്രശ്നങ്ങൾ, പ്രായത്തെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ പ്രായമുള്ള ആളുകളാണല്ലോ, അപ്പോൾ അവരുടെ മാനസിക പ്രശ്നങ്ങൾ, പ്രായത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്ന സാധനം വെച്ചാൽ സദാചാര വിരുദ്ധ കുറ്റത്തിൽ ശിക്ഷിക്കപ്പെടുക. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നു ഏതാണ്? തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ ഇവരെ പുറത്താക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറയുന്നത്. ഏതാണ്? 1 പ്രവർത്തിക്കാൻ പ്രാപ്തിയില്ലാത്ത ആളായി മാറുക, 2 മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുക, 3 പ്രായത്തെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, 4 സദാചാര വിരുദ്ധ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുക, 5 തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക. ചിലപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാവും. വനിതാ കമ്മീഷൻ അംഗങ്ങളെ പുറത്താക്കാനുള്ള കാരണം തുടർച്ചയായി 3 അംഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്ന ഒരു വനിതാ കമ്മീഷൻ അംഗത്തെ അല്ലെങ്കിൽ വനിതാ കമ്മീഷനെ പുറത്താക്കാം. അപ്പോൾ എന്നൊക്കെ വരും. അപ്പോൾ അത്
വരുന്ന കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കൊടുക്കണേ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഭാഗം നമുക്ക് നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഇനി നമുക്കിതാ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്ന സമയത്ത് നമ്മുടെ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം നിർഭയ ഭവൻ. നിർഭയ ഭവൻ എവിടെയാണ്? ന്യൂഡൽഹിയാണ് ആസ്ഥാനം. എന്നാൽ വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊന്ന് പഠിച്ചു നോക്കാം കേട്ടോ. വനിതാ കമ്മീഷൻ ആസ്ഥാനം എവിടെയാണ്? നിർഭയ ഭവൻ ന്യൂഡൽഹിയാണ്. വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. എന്നാൽ പ്രസിദ്ധീകരണം ഏതാണ്? രാഷ്ട്ര മഹിളയാണ് പ്രസിദ്ധീകരണം. ഒന്നുകൂടി പറഞ്ഞു, ആസ്ഥാനം നിർഭയ ഭവൻ ന്യൂഡൽഹിയാണ്. വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പ്രസിദ്ധീകരണം ഏതാണ്? രാഷ്ട്ര മഹിളയാണ്. എന്നാൽ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായക്കാണ് ആദ്യത്തെ അധ്യക്ഷ. ആദ്യ അധ്യക്ഷ ജയന്തി പട്നായക് ആണെങ്കിൽ ഇപ്പോഴത്തെ അധ്യക്ഷ രേഖ ശർമ്മയാണ്. നിലവിലെ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷയായത് ഗിരിജ വ്യാസാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, വനിതാ കമ്മീഷൻ ആദ്യ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായക്കാണ് ആദ്യ അധ്യക്ഷ. നിലവിൽ രേഖ ശർമ്മയാണ്. ഏറ്റവും കൂടുതൽ കാലം ഗിരിജ വ്യാസാണ്. ഒരിക്കൽ കൂടെ പറയാം, ശ്രദ്ധിക്കണം. ആസ്ഥാനം നിർഭയ ഭവൻ ന്യൂഡൽഹിയാണ്. വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ആദ്യ അധ്യക്ഷ ജയന്തി പട്നായക്കാണ്. നിലവിൽ രേഖ ശർമ്മയാണ്. ഏറ്റവും കൂടുതൽ കാലം ആരാണ്? ഗിരിജ വ്യാസാണ് അധ്യക്ഷയായത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം, നിലവിൽ അധ്യക്ഷരായവർ ആരൊക്കെ? ഞങ്ങൾ അധ്യക്ഷരായവർ നോക്കാം നമുക്ക്. 1 ജയന്തി പട്നായക്, 2 മോഹിനി ഗിരി, 3 നമ്മൾ പറഞ്ഞു വിഭ പാർത്ഥസാരഥി, 4 പൂർണിമ അദ്വാനി, 5 ഗിരിജ വ്യാസ്. ഗിരിജ വ്യാസ് ഏറ്റവും കൂടുതൽ കാലമായതാണ്. 2 തവണയാണ് ഗിരിജ വ്യാസ് ആയത്. എന്നാൽ 2 തവണ മറ്റൊരു വ്യക്തിയോട് അപ്പം പറയാം, മമത ശർമ്മ. അതോടൊപ്പം തന്നെ ലളിത കുമാരമംഗലം, രേഖ ശർമ്മ. രേഖ ശർമ്മ 2 തവണയും രേഖ ശർമ്മയായിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ആരാണ്? ഗിരിജ വ്യാസാണ്. ഇപ്പൊ ഒന്നുകൂടെ പറയാം, ജയന്തി പട്നായക്, മോഹിനി ഗിരി, വിഭ പാർത്ഥസാരഥി, പൂർണിമ അദ്വാനി, ഗിരിജ വ്യാസ്, അതുപോലെ തന്നെ മമത ശർമ്മ, ലളിത കുമാരമംഗലം, രേഖ ശർമ്മ. ഓക്കെ, അപ്പം ഇത്രയും ആളുകളാണ് അധ്യക്ഷരായിട്ടുള്ളത്. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് അധ്യക്ഷയായ വ്യക്തി രേഖ ശർമ്മയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. സംസ്ഥാന വനിതാ കമ്മീഷൻ. സംസ്ഥാന വനിതാ കമ്മീഷൻ നമ്മളിപ്പോൾ പറഞ്ഞ ദേശീയ വനിതാ കമ്മീഷൻ നമ്മൾ പറഞ്ഞു. ഇവിടെ സംസ്ഥാന വനിതാ കമ്മീഷൻ നമ്മളിവിടെ ചേർത്ത് പറയുകയാണ്. ഇതെന്തിനാ ചേർത്ത് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കിടക്കാം. 1990 ഇന്ത്യൻ പാർലമെന്റ് വനിതാവകാശ നിയമം പാസ്സാക്കുന്നത്. ഈ നിയമത്തെ തുടർന്ന് സംസ്ഥാന നിയമസഭ വനിതാ ബില്ല് പാസ്സാക്കുന്നു 1990. സംസ്ഥാന നിയമസഭ വനിതാ ബില്ല് പാസ്സാക്കുന്ന 1990 ഈ വനിതാ ബില്ലിന് കരട് രേഖ തയ്യാറാക്കുന്നത് KR ഗൗരി അമ്മയാണ്. കരട് രേഖ തയ്യാറാക്കിയ KR ഗൗരി അമ്മയാണെങ്കിൽ KR ഗൗരി അമ്മയ്ക്ക് നിയമസഹായം നൽകിയത് ജസ്റ്റിസ് VR കൃഷ്ണയ്യരും ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റിയുമാണ്. റെഡിയല്ലേ? അപ്പൊ കരട് രേഖ തയ്യാറാക്കുന്ന 1990 KR ഗൗരി അമ്മയാണ്. നിയമസഹായം നൽകിയത് VR കൃഷ്ണയ്യറും അതുപോലെ തന്നെ ആരാണ്? സുബ്രഹ്മണ്യൻ പോറ്റിയുമാണ് നിയമസഹായം നൽകിയത്. എന്നാൽ 1995 രാഷ്ട്രപതി ഈ ബില്ല് അംഗീകരിക്കുന്നു. 1995 രാഷ്ട്രപതി ബില്ല് അംഗീകരിച്ചതിനെ തുടർന്ന് 1995 ഡിസംബർ 1 സംസ്ഥാന വനിതാവകാശ നിയമം നിലവിൽ വരുന്നു. അല്ലെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ വനിതാവകാശ നിയമം നിലവിൽ വരുന്നു 1995 ഡിസംബർ 1. തുടർന്ന് 1996 മാർച്ച് 14 സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നു. ഒന്നുകൂടെ പറയാം അല്ലേ? 1990 ഇന്ത്യൻ പാർലമെന്റ് വനിതാവകാശ നിയമം പാസ്സാക്കുന്നു. ഇതിനെ തുടർന്ന് സംസ്ഥാന നിയമസഭ വനിതാ ബില്ല് അവതരിപ്പിച്ചത് 1990 ഇതിന് കരട് രേഖ തയ്യാറാക്കിയത് KR ഗൗരി അമ്മയാണ്. നിയമസഹായം നൽകിയത് ജസ്റ്റിസ് VR കൃഷ്ണയ്യറും ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റിയുമാണ്. എന്നാൽ 1995 രാഷ്ട്രപതി ബില്ല് അംഗീകരിക്കുന്നത്. 1995 ഡിസംബർ 1 സംസ്ഥാന വനിതാവകാശ നിയമം നിലവിൽ വരുന്നു. 1996 മാർച്ച് 14 സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നു. നമുക്കിത് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. അംഗങ്ങളിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരധ്യക്ഷയും 4 അംഗങ്ങളുമാണുള്ളത്.
നിർബന്ധമായ ഒരു അംഗം ആരായിരിക്കണം? SC ST വിഭാഗത്തിലുള്ള ആളായിരിക്കണം. നമ്മൾ നേരത്തെ ദേശീയ വനിതാ കമ്മീഷൻ പറയുമ്പോഴും ഇതേ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലേ. പക്ഷെ അവിടെ അംഗങ്ങളിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഒരു അധ്യക്ഷ അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സൺ, 4 അംഗങ്ങൾ, ഒരംഗം നിർബന്ധമായിട്ട് ആരായിരിക്കണം? SC ST വിഭാഗത്തിലുള്ള ആളായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കണം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും അദ്ദേഹം. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ഇവരെ നിയമിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത്. നീക്കം ചെയ്യുന്നതുമാര് തന്നെയാണ് സംസ്ഥാന സർക്കാരാണ്. കാലാവധി 5 വർഷമാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഒരു കോറം തികയണമെങ്കിൽ 4 അംഗങ്ങൾ വേണം. ടോട്ടൽ 5 അംഗങ്ങളുണ്ട്. കോറം തികയണമെങ്കിൽ എത്ര അംഗങ്ങൾ വേണം? 4 അംഗങ്ങൾ വേണം. അവിടെ നമുക്ക് കോറം തികയണമെങ്കിൽ 3 അംഗങ്ങൾ മതിയായിരുന്നു. ഇവിടെ എത്ര അംഗങ്ങൾ വേണം? 4 അംഗങ്ങൾ വേണം. ഒന്നുകൂടി പറയാം. അവിടെ കാലാവധി 3 വർഷമായിരുന്നു. ഇവിടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. ഒന്നുകൂടി പറയാം. ഒരു അധ്യക്ഷ അല്ലെങ്കിൽ ചെയർപേഴ്സൺ, 4 അംഗങ്ങൾ, ഒരംഗം നിർബന്ധമായിട്ട് ആരായിരിക്കണം? SC ST വിഭാഗത്തിലുള്ള ആളായിരിക്കണം. ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായാലും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. അത് നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. നീക്കം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. കാലാവധി 5 വർഷമാണ്. കോറം തികയാൻ എത്ര അംഗങ്ങൾ വേണം? 4 അംഗങ്ങൾ വേണം. ഇനി ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് ആസ്ഥാനം. ആസ്ഥാനം തിരുവനന്തപുരമാണെങ്കിൽ മുഖപത്രം ഏതാണ്? സ്ത്രീ ശക്തിയാണ്. ആദ്യ അധ്യക്ഷ നമ്മുടെ സുഗതകുമാരി ടീച്ചറാണ്. ആദ്യ അധ്യക്ഷ സുഗതകുമാരി ടീച്ചറാണ്. ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? P സതീദേവിയാണ്. ഒന്നുകൂടി പറയാം. ആസ്ഥാനം തിരുവനന്തപുരമാണ്. മുഖപത്രം ഏതാണ്? സ്ത്രീ ശക്തിയാണ്. ആദ്യ അധ്യക്ഷ ആരാണ്? സുഗതകുമാരി ടീച്ചറാണ്. ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? P സതീദേവിയാണ്. ഇനി അധ്യക്ഷന്മാർ, അധ്യക്ഷന്മാരായ ആളുകളെ നമുക്ക് നോക്കാം. അധ്യക്ഷന്മാർ ഇതുവരെയാണ്. ശ്രദ്ധിക്കാൻ മതി. ഒന്ന് സുഗതകുമാരി ടീച്ചറാണ്. രണ്ടാമത്തത് D ശ്രീദേവിയാണ്. D ശ്രീദേവി 2 തവണ അധ്യക്ഷയായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷയായത്, ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായത് ആരാണ്? D ശ്രീദേവിയാണ്. 2 തവണ അധ്യക്ഷയായിട്ടുണ്ട്. 3 M കമലമാണ്. 4 KC റോസക്കുട്ടിയാണ്. 5 MC ജോസഫൈനാണ്. അടുത്തത് 6 P സതീദേവി. ഒരിക്കൽ കൂടെ പറയാം. 1 സുഗതകുമാരി ടീച്ചറാണ്. 2 D ശ്രീദേവിയാണ്. അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അല്ലെങ്കിൽ ചെയർപേഴ്സണായി ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന ആരാണ്? D ശ്രീദേവിയാണ്. 2 തവണയായിട്ടുണ്ട്. M കമലമുണ്ട്. KC റോസക്കുട്ടിയുണ്ട്. MC ജോസഫൈനുണ്ട്. P സതീദേവി ഉണ്ട്. ഇവരാണ് ഈ കാലയളവിൽ ഇത്രയും കാലം ആരായത്? സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായ ആളുകളെ നമ്മുടെ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺമാരെ കുറിച്ച് പറയുമ്പോൾ ഇനി പരാതി നൽകുന്നു. ഓക്കെ, നമുക്ക് പരാതി നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, പരാതിക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. 2, അഭിഭാഷകന്റെ സേവനം ആവശ്യമില്ല. 3, സിവിൽ കേസുകൾ സ്വീകരിക്കില്ല. 4, സിവിൽ കേസുമായി ബന്ധപ്പെട്ട അപേക്ഷ പരിഗണിക്കപ്പെടില്ല. അതോടൊപ്പം തന്നെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ പരിഗണിക്കില്ല കേട്ടോ. ഓക്കെ, നമ്മൾ പറയുന്ന അടുത്ത് പുരുഷന്മാരുടെ പരാതി പരിഗണിക്കും. അത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? വനിതാ കമ്മീഷനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ ചെറിയ ഒരു ഭാഗമാണ് വനിതാ കമ്മീഷൻ. അപ്പോൾ എന്തായാലും നിർബന്ധമായും നിങ്ങൾ പഠിക്കണം. ഓക്കെ, നിർബന്ധമായും പഠിക്കണം. നിർബന്ധമായും നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഭാഗം ഏതാണ്? സുപ്രധാന നിയമങ്ങൾ എന്നൊരു ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ PSC പഠിപ്പുരയുടെ സുപ്രധാന നിയമത്തിൻ്റെ 4ാം ഭാഗമായി നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ.